ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്ത് ദേശം കുന്നുംപുറം എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഭദ്രകാളി ക്ഷേത്രമാണ് ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. ആലുവ അങ്കമാലി നാഷണൽ ഹൈവേയിൽ ദേശം കുന്നുംപുറം ജംഗ്ഷനിൽ നിന്നും ടെമ്പിൾ റോഡ് വഴി ഉദ്ദേശം 30 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ക്ഷേത്രത്തിന് സമീപത്തായി ശ്രീ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രവും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണ്ണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം 500 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ചതുര ശ്രീകോവിലിനകത്ത് സാക്ഷാൽ ശ്രീ കൊടുങ്ങല്ലൂരമ്മയുടെ നിറചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തേജസ് സ്വരൂപിണിയായ മഹാമായയുടെ രൂപഭാവത്തോടെ ചതുർബാഹു രൂപത്തിൽ മുന്നിലെ വലതു കൈയിൽ വാളും ഇടതു കൈയിൽ വട്ടകയും പിടിച്ച് മുകളിലെ വലങ്കൈയിൽ ശൂലവും മറുകൈയിൽ ദാരികന്റെ ശിരസും പിടിച്ച് രൗദ്രഭാവത്തോടൊപ്പം മാതൃഭാവവും പൂണ്ട് മഞ്ഞും മഴയും വെയിലും കൊണ്ടിരിക്കുന്ന സർവാനുഗ്രഹ വരദായിനിയായി കിഴക്കോട്ട് ദർശനമായി വാണരുളുന്ന ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന ശ്രീകോവിലിൽ വാണരുളുന്ന ഭഗവതിയല്ലാതെ മറ്റു ഉപദേവതകളൊന്നും ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തില്ല. എന്നാൽ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു തറയിൽ നാഗരാജാവ്, നാഗമാതാവ്, സർപ്പം എന്നിവരെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു തറയിൽ പടിഞ്ഞാറ് ദർശനമായി ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയും അതിന് സമീപത്തായി മറ്റൊരു തറയിൽ കൊടുങ്ങല്ലൂരമ്മയുടെ പരമഭക്തനായ പള്ളിപ്പാട്ട് നായരെയും പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു തറയിൽ കിഴക്കോട്ട് ദർശനമായി ഒരു സർപ്പ പ്രതിഷ്ഠയുമുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ശ്രീ പള്ളിപ്പാട്ടുകാവിലെ പ്രധാന ശ്രീകോവിലിനകത്ത് വാണരുളുന്ന മാതൃസ്വരൂപിണിയായ കൊടുങ്ങല്ലൂരമ്മ എങ്ങനെയാണ് ഈ ദേശത്ത് എത്തിച്ചേർന്നത്? ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക്. ശതാബ്ദങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരമ്മയുടെ പരമഭക്തനായിരുന്നു ശ്രീ പള്ളിപ്പാട്ട് നായർ. അദ്ദേഹം നിത്യേന ഈ പ്രദേശത്ത് നിന്ന് നടന്ന് കൊടുങ്ങല്ലൂരിലെത്തി കൊടുങ്ങല്ലൂരമ്മയെ ദർശനം ചെയ്തു വന്നിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം കൊടുങ്ങല്ലൂർക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായി തീർന്നു. എന്നാലും അദ്ദേഹം അതെല്ലാം തരണം ചെയ്ത് നിത്യേന കൊടുങ്ങല്ലൂരിലെത്തി കൊടുങ്ങല്ലൂരമ്മയെ ദർശനം ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനാൽ അദ്ദേഹം വളരെ വിഷമത്തോടെ അവസാനമായി കൊടുങ്ങല്ലൂരമ്മയെ ദർശനം ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ പള്ളിപ്പാട്ട് നായർ നടന്ന് കൊടുങ്ങല്ലൂരിലെത്തി കൊടുങ്ങല്ലൂരമ്മയെ ദർശനം ചെയ്തു. പിന്നീട് വളരെ മനോവിഷമത്തോടെ കൊടുങ്ങല്ലൂരിൽ നിന്നും മടക്കയാത്ര ആരംഭിച്ചു. അങ്ങനെ വരുന്ന വഴി പള്ളിപ്പാട്ട് നായരുടെ കൂടെ അദ്ദേഹത്തിന്റെ മനോവിഷമം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഓലക്കൊടിയിൽ കയറി കൊടുങ്ങല്ലൂരമ്മയും നായരോടൊപ്പം പോന്നു. പക്ഷേ അത് നായർക്ക് മനസ്സിലായില്ല. ഒടുവിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ പള്ളിപ്പാട്ട് നായർ തൻ്റെ ഓലക്കുട താഴെ വെച്ചു. ആ നിമിഷം തന്നെ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം ഈ പ്രദേശത്ത് നിറഞ്ഞു. ശ്രീ പള്ളിപ്പാട്ട് നായരുടെ മുന്നിൽ വളരെ സന്തോഷത്തോടെ മാതൃഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവതി ഇനി മുതൽ തൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നും അറിയിച്ചു. അങ്ങനെ ഈ ദേശത്ത് കൊടുങ്ങല്ലൂരമ്മയായി മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ഇവിടെ ഈ പള്ളിപ്പാട്ടുകാവിൽ കുടികൊള്ളുകയും ചെയ്തു.
ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ രൗദ്രഭാവവും അതോടൊപ്പം മാതൃസ്വരൂപിണിയുമായ ഈ പള്ളിപ്പാട്ടുകാവിലമ്മ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതിന് നിരവധി അനുഭവ കഥകളാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് പറയുവാനുള്ളത്. എൻ്റെ വിവാഹശേഷമാണ് ഞാനിവിടെ വന്നു തുടങ്ങുന്നത്. എൻ്റെ ശരിക്കുള്ള വീട് പെരുമ്പാവൂരാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഇവിടെ ദേശത്തുള്ളത്. ഇവിടെ വന്നതിന് ശേഷം റെഗുലറായിട്ട് ഞാനും ഹസ്ബൻഡും കുട്ടിയായിട്ടാണ് വരാറുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ തന്നെയാണ് വന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാലും വഴിപാടുകൾ കഴിച്ചാലും എല്ലാത്തിനും ദേവി നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വരുത്തിയിട്ടുള്ളത്. ഇതുവരെ ഒന്നും നമുക്ക് ഇതുവരെ പ്രാർത്ഥിച്ചൊന്നും നടക്കാതിരുന്നിട്ടില്ല. നല്ല വിശ്വാസത്തോടെ തന്നെയാണ് വരെയും പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്നും വരുമ്പോഴും നമുക്ക് ഓരോ പുതിയ ഒരു ഇതാ തോന്നുക. നമുക്ക് എത്രയായാലും അമ്മയെ കാണുമ്പോൾ അമ്മയെ നെഞ്ചുരുക്കി നമ്മൾ സ്വന്തം അമ്മയെ വിളിക്കണ മാതിരി തന്നെ വിളിച്ചാൽ അമ്മ വിളി കേൾക്കും. അമ്മയ്ക്ക് അതുപോലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നെയ്വിളക്ക് തന്നെയാണ്. നെയ്വിളക്ക് നല്ല ഇഷ്ടമുള്ളതാണ്. പിന്നെ ത്രിമധുരം, പിന്നെ നമ്മുടെ എല്ലാ ദോഷങ്ങളും തീരാൻ വേണ്ടിയിട്ട് തേങ്ങ ഉടയ്ക്കുക, പിന്നെ കൈവട്ട ഗുരുതി, സാധാ ഗുരുതി പുഷ്പാഞ്ജലിയുണ്ട്, കൈവട്ട ഗുരുതി ഉണ്ട്. പക്ഷെ നമുക്ക് അത് ഒരു തേങ്ങ ഉടയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സംതൃപ്തി നമുക്ക് കിട്ടും. നമ്മളുടെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നമുക്കത് കാണാൻ പറ്റും, അത് ശരിക്കും അറിയാൻ പറ്റും. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും ഞാൻ എൻ്റെ കുട്ടികളുടെ പഠിപ്പിൻ്റെ ആയാലും ജോലിയുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ശക്തി വലിയൊരു ശക്തിയാണ്. ഞങ്ങൾക്ക് ഈ ദേശത്ത് തന്നെ ഇവിടെ എന്നെ വെളിയേച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ അന്ന് മുതൽക്ക് ഇവിടെ കൃഷ്ണനും അമ്മയും ഇവിടെ ഈ 3 അമ്പലത്തിലും പറ്റണോടത്തോളം ദിവസങ്ങളിൽ തൊഴാൻ വരാറുണ്ട്. ഞാൻ അമ്മയുടെ സ്ഥിരം സന്ദർശകയാണ്. പറയാനുള്ളത് എൻ്റെ മകൻ്റെ ഒരു ഇതാണ്. അവനാണെങ്കിൽ പഠിത്തത്തിൽ ഇത്തിരി വളരെ മോശം ഇതാക്കിയായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് കിടക്കാൻ തന്നെ ഇതായിരുന്നു. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇരിക്കപ്പുറത്ത് ഞാൻ കൊടുത്തിട്ടില്ല. അതുമാതിരി ഞാൻ അമ്മയെ വിളിക്കും. അതുപോലെ ഞാൻ ഒരു വഴിപാട് നടന്ന കടുംബായസം വഴിപാടായിരുന്നു. പക്ഷെ അവൻ അത്ഭുതകരമായിട്ട് അവൻ അതിൽ നിന്ന് ഇതായിട്ട് പോന്നു. എൻ്റെ കൊച്ചു ഇന്നും പറയും അമ്മയുടെ ഒറ്റ വിളി കൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ഇന്ന് അവൻ എയർപോർട്ടിൽ ജോലിയായി, അവൻ സന്തോഷമായിട്ടിരിക്കുന്നു. എന്ത് ആവശ്യം നമ്മൾ പറഞ്ഞ് വിളിച്ചാലും അമ്മ വിളിപ്പുറത്താണ്. നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ എനിക്കങ്ങനെ പല ഇതുണ്ട്. നമ്മൾ എന്ത് മനസ്സറിഞ്ഞ് വിളിച്ചാലും അമ്മ അത് നടത്തി തന്നിരിക്കും. എൻ്റെ കുടുംബത്തിലായാലും ഒത്തിരി കടങ്ങളും ബാധ്യതകളുണ്ടെങ്കിലും ഞാൻ വീട് വിൽക്കുന്നൊരു സംഭവം അവസ്ഥയുണ്ടായിരുന്നു. അന്നും ഞാനൊന്ന് പ്രാർത്ഥിച്ചോളൂ, അമ്മ എനിക്ക് ഈ മണ്ണിൽ നിന്ന് തന്നെ വിടലേന്ന്. അതും അമ്മ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു ദേവിയാണ് എൻ്റെ പള്ളിപ്പാട്ടുകാവിലമ്മ. അപ്പോൾ ദിവസവും രാവിലെ നേരത്തെ വരും. ഇവിടെ വന്ന് തൊഴുതില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടൂല. ഇവിടെ വന്ന് അമ്മയെ കണ്ടിട്ടാണ് ഞാൻ പോണേ. എന്ത് വിഷമം ഞാൻ പ്രാർത്ഥിച്ചാലും എനിക്ക് അമ്മ അത് ചെയ്ത് തരാറുണ്ട്. എൻ്റെ ജോലിയുടെ കാര്യമായാലും വീട്ടിലെ സങ്കടം വരുമ്പോഴാണെങ്കിലും എൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നല്ല ഇതാണ്. ഭയങ്കര വിശ്വാസം എൻ്റെ അമ്മയെ. അത്രയ്ക്കും ഒരു മഹാശക്തിയാണ് പള്ളിപ്പാട്ടുകാവിലമ്മ. ശ്രീ പള്ളിപ്പാട്ടുകാവിലെ ഭഗവതിക്ക് ഏറെ പ്രിയങ്കരവും പ്രധാനപ്പെട്ടതുമായ വഴിപാടാണ് കളമെഴുത്തും പാട്ട്. കുംഭമാസത്തിലെ 1-ാം തീയതി മുതൽ ഈ ക്ഷേത്രത്തിൽ നിത്യേന കളമെഴുത്തും പാട്ടും നടത്തി വരുന്നു. അതുമാത്രമല്ല, വർഷം മുഴുവൻ കളമെഴുത്തുപാട്ട് നടത്തുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിനുണ്ട്. ഈ കളമെഴുത്തും പാട്ടിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അസുര രാജാവായ ദാരികന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവഗണങ്ങൾ ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു. ത്രിമൂർത്തികളിൽ സംഹാരരുദ്രനായ ശ്രീ പരമേശ്വരൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ശ്രീഭദ്രകാളിയെ ജനിപ്പിച്ചു. അങ്ങനെ 64 ദേവന്മാരും ത്രിമൂർത്തികളും തങ്ങളുടെ ശക്തിയും ദിവ്യായുധങ്ങളും ഭദ്രകാളിക്ക് നൽകി ദാരിക നിഗ്രഹത്തിനായി അയച്ചു. ഘോര യുദ്ധത്തിനൊടുവിൽ ദാരികനെ വധിച്ച ശേഷം ഉഗ്രരൂപിണിയായ ഭദ്രകാളി കൈലാസത്തിൽ പ്രവേശിച്ചു. ദാരികനെ നിഗ്രഹിച്ചിട്ടും ഭദ്രകാളിയുടെ ക്രോധത്തിന് ഒട്ടും ശമനം വന്നില്ല. ദേവിയുടെ അട്ടഹാസത്തിൽ ത്രിലോകം നടുങ്ങി. ദേവിയുടെ കോപം ശമിപ്പിക്കാൻ ഭദ്രകാളിയുടെ സൃഷ്ടാവായ ശ്രീ മഹാദേവൻ ഭദ്രകാളിയുടെ മാർഗമധ്യേ കിടന്നു. മഹാദേവന്റെ നെഞ്ചിൽ ചവിട്ടിയ ഭദ്രകാളിയുടെ കോപം എന്നിട്ടും ശമിച്ചില്ല. അങ്ങനെ ശ്രീ പരമേശ്വരന്റെ ഉപദേശപ്രകാരം ഗണപതിയും ശ്രീ സുബ്രഹ്മണ്യനും ശിശുരൂപം പൂണ്ട് നൈസർഗിക ഭാവത്തോടെ ശിശു സഹജമായ ചേഷ്ടകളാൽ കൈകാലുകളിട്ടടിച്ച് കളിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ദേവിയുടെ മാർഗമധ്യേ കിടന്നു. ശിശുക്കളുടെ നിർമ്മലവും നിഷ്കളങ്കവുമായ ഭാവത്തിൽ ആകൃഷ്ടയായ ദേവി മാതൃസഹജമായ വാത്സല്യ ഭാവേന കുട്ടികളെ വാരിപ്പുണർന്നു. അങ്ങനെ ഭദ്രകാളിയുടെ ക്രോധശമനം സാധ്യമായി തീർന്നു. ഈ സമയം പരമശിവന്റെ വാഹനമായ നന്ദികേശൻ ഭദ്രകാളിയുടെ ഘോരരൂപം ഒരു പാറയിൽ വരച്ചു.
ഇത് കണ്ട ദേവി സന്തോഷിച്ച് നന്ദികേശനെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്തു. ഇപ്രകാരം ആരാണോ എന്നെ വരച്ച് എന്നെ പ്രസാദിപ്പിക്കുന്നത് അവർക്ക് ഉദ്ദിഷ്ടകാര്യ സിദ്ധിയും ആയുരാരോഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് ദേവി അരുൾ ചെയ്തു. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്തജനങ്ങൾ തങ്ങളുടെ അഭീഷ്ടകാര്യ സിദ്ധിക്കും അനുഗ്രഹ ആശീസ്സുകൾക്കുമായി ശ്രീ പള്ളിപ്പാട്ട് കാവിലമ്മയുടെ തിരുസന്നിധിയിൽ കളമെഴുത്തും പാട്ടും വഴിപാടായി നടത്തിവരുന്നത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഇവിടെ കളമെഴുത്തും പാട്ട് ആരംഭിക്കുന്നത്. വന്ദനം ശ്രീ ഗണേശ വിനായക വിഘ്നനിധിരണേ. വന്ദനം ശ്രീ ഗണേശ വിനായക വിഘ്നനിധിരണേ. വൻപെഴും കൊമ്പുമായി അടിയന്റെ വിഘ്നനിധിരണേ. വൻപെഴും കൊമ്പുമായി അടിയന്റെ വിഘ്നനിധിരണേ. സ്വാഗതം ശ്രീ ഗണേശ ശിവസുധാ മന്ദിരിൽ വന്നൂ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. പാലയ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. നന്മയോട് ശിവങ്കലിന്നുള്ള വാങ്ങിയോട് മഹേശ്വരി. ആദിമ കലാരൂപവും ഉപാസന രീതിയുമായ ഒന്നാണ് കളമെഴുത്തും പാട്ടും. വളരെ പുരാതന കാലം മുതലേ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കളമെഴുത്തും പാട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു 10 മാസത്തോളം ഏതാണ്ട് ഒരു മാസം ഒഴിച്ച് ഏതാണ്ട് മുഴുവൻ സമയം കളമെഴുത്ത് നടക്കുന്ന ക്ഷേത്രമാണ് ഈ ദേശം പള്ളിപ്പാട്ടുകാവ്. ഞാനൊരു 25 വർഷമായിട്ട് ഇവിടെ കളമെഴുത്ത് കാര്യങ്ങൾ നടത്തുന്നതാണ്. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ ഗോപിനാഥിൻ്റെ ശിക്ഷണത്തിലാണ് ഞാനിവിടെ വരാനിട. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാനിവിടെ കളമെഴുത്തും പാട്ടും എല്ലാം നടത്തുന്നത്. ഏതാണ്ട് ഓരോ ദിവസവും ഓരോരുത്തരുടെ വഴിപാടായിട്ട് ഒരു 11 മാസത്തോളം തന്നെ എല്ലാ ദിവസവും കളമെഴുത്ത് നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ദേശം ശ്രീ പള്ളിപ്പാട്ടുകാവ്. ഭക്തർക്ക് അഭീഷ്ടസിദ്ധി വരപ്രധാനമായിട്ടുള്ള വലിയ അനുഭവങ്ങളും ഗുണങ്ങളും പ്രദാനം ചെയ്യുന്ന ഒന്നായിട്ടാണ് കളമെഴുത്തും പാട്ടിനെ പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ ഭാവമായിട്ടുള്ള 5 നിറങ്ങൾ, പഞ്ചവർണ്ണക്കളം എന്നൊരു പേര് ഇതിനുണ്ട്. 5 വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എഴുതുക. 5 വർണ്ണങ്ങളും പഞ്ചഭൂതങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. പ്രധാനമായിട്ടും പ്രകൃതിയെ ശക്തിയെ ആരാധിക്കുന്ന ഒരു ഭാവം നമുക്ക് പണ്ട് പുരാതന കാലം മുതലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പ്രകൃതിയുള്ള വർണ്ണങ്ങളും മറ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കളമെഴുത്തും പാട്ട് നടത്തുന്നത്. ഭദ്രകാളി, ശാസ്താവ്, വേട്ടയ്ക്കരൻ, വേട്ടയ്ക്കൊരു മകൻ, നാഗങ്ങൾ, യക്ഷി തുടങ്ങി വിവിധ തരത്തിൽ കളമെഴുത്തും പാട്ടുകൾ നടക്കുന്നുണ്ട്. അതിലിവിടെ ഭദ്രകാളി ക്ഷേത്രമാണ്. അതുകൊണ്ട് ഭദ്രകാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നും കളമെഴുത്തും പാട്ടാണെന്ന് പറയുന്നത്. ഏറ്റവും അഭീഷ്ടസിദ്ധി പ്രദായകമായ ഒന്നായിട്ടും കളമെഴുത്തും പാട്ടിനെ പറയുന്നു. കളമെഴുത്തും പാട്ടും നടത്തുന്ന ഭക്തരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പല ക്ഷേത്രങ്ങളിലും മണ്ഡലത്തോടുകൂടി 41 ദിവസമായിട്ടും ഉത്സവത്തോടനുബന്ധിച്ചൊക്കെയാണ് നടക്കണമെങ്കിൽ ഇവിടെ സ്ഥിരമായ കളമെഴുത്തും പാട്ടാണ് നടക്കുന്നത്. ദേവീപ്രീതിക്കായിട്ട് ഭദ്രകാളിക്ക് പ്രീതികരമായിട്ടുള്ളതിൽ മുടിയേറ്റും താലപ്പൊലിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കളമെഴുത്തും പാട്ടും. അത് ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് നടന്നു വരുന്നു. ഭക്തജനങ്ങൾക്ക് ധാരാളം പേർക്ക് അനുഗ്രഹ അഭീഷ്ട സിദ്ധികൾ ഉണ്ടായതായിട്ടുള്ള അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ആയില്യം പൂജയും പൗർണമി നാളിൽ പൗർണമി പൂജയും എല്ലാ വർഷവും ആഗസ്റ്റ് 15-ന് ലക്ഷാർച്ചനയും കുംഭഭരണി പൊങ്കാലയും നടത്തിവരുന്നു. കൂടാതെ ചോറ്റാനിക്കര മകംതൊഴൽ ദിനത്തിൽ ഈ ക്ഷേത്രത്തിലും മകംതൊഴൽ വലിയ പ്രാധാന്യത്തോടെ നടത്തിവരുന്നു. ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം മീനം 19-ന് പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. ഈ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ദേശം ശ്രീ പള്ളിപ്പാട്ടുകാവിലെ മീനം 19-ാം തീയതി പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവമായിട്ടാണ് ആചരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ ഉത്സവമൊക്കെ 8-10 ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മളൊരു 10 ദിവസത്തെ ഉത്സവം കണക്കാക്കി ഏകദേശം മീനം 11-ന് ഉത്സവ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. സപ്താഹം ഉണ്ടാവും. ചില വർഷങ്ങളിൽ അത് നവാഹമായിട്ടാണ് നടത്താറുള്ളത്. 9 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ സപ്താഹം. പിന്നെ കലാപരിപാടികൾ വൈകിട്ട് ക്ഷേത്രത്തിൽ അരങ്ങേറും. ഉത്സവ ദിവസത്തിൻ്റെ അന്ന്, അതായത് മീനം 19 പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവത്തിൻ്റെ അന്ന് രാവിലെ അഷ്ടാഭിഷേകം ഉണ്ടായിരിക്കും. അതിന് പഞ്ചവാദ്യം അകമ്പടി സേവിക്കും. അതേപോലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടാവും.
അതിൻ്റെ സായുജ്യ പൂജ രാവിലെ 8 മണിയോടുകൂടി ഉണ്ടാകും. അപ്പോൾ ഭക്തജനങ്ങൾക്ക് അത് ദർശനം നടത്തി തൊഴാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രസാദം നമ്മൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ ഒരു 11 മണിയോടുകൂടി ഈ ഉച്ചപൂജ സമയത്ത് ചതുശതം വഴിപാട്, പിഴിഞ്ഞു പായസം എന്ന് പറയും നമ്മൾ സാധാരണ പറയുമ്പോൾ, ആ ചതുശതം വഴിപാട് നടത്തി അത് ഭക്തജനങ്ങൾക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നതാണ്. താലപ്പൊലി ദിവസം അന്നദാനം ഉണ്ടായിരിക്കും. മഹാ അന്നദാനമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകിട്ടാണ് പരിപാടി നമുക്ക് ആരംഭിക്കുന്നത്. പഞ്ചവാദ്യ, മേജർ സെറ്റ് പഞ്ചവാദ്യമായിരിക്കും. 10-50 കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയ പഞ്ചവാദ്യം തന്നെയാണ് നടത്തുന്നത് നമ്മൾ. അതിനുശേഷം താലപ്പൊലിയുടെ ഭാഗമായിട്ടുള്ള തായമ്പക അരങ്ങേറും. കൂടാതെ ഒരു 11 മണിയാകുമ്പോൾ താലപ്പൊലി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ നിന്ന് നടത്തി നമ്മുടെ പടിഞ്ഞാറ് വശത്തുള്ള മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ, അവിടെയാണ് അതിൻ്റെ താലപ്പൊലി താലമായിട്ട് എഴുന്നള്ളിച്ച് വരുന്നത്. അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് പോയിട്ട് അവിടെ നിന്ന് താലമൊക്കെ നിരത്തി ഭക്തജനങ്ങൾ അകമ്പടിയോടുകൂടി, താലത്തിൻ്റെ അകമ്പടിയോടുകൂടി ദേവി പള്ളിപ്പാട്ടുകാവിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളുകയാണ് ചെയ്യുന്നത്. അതിന് കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അതേപോലെ നാദസ്വരം, ചെണ്ടമേളം. അവസാനിക്കുന്നത് ചെണ്ടമേളത്തോടെയാണ്. ഏകദേശം ഒരു 3 മണി 3-3:30 ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രദക്ഷിണം വച്ച് താലം ചൊരിഞ്ഞ് ഭഗവതിയുടെ ആ നട തുറന്ന് നമ്മൾ അന്നത്തെ കളം അപ്പോഴാണ് മായ്ക്കുന്നത്. അതോട് കളം മാച്ച് കൂറ വലിച്ച് അവസാനിക്കുകയാണ് പരിപാടി ചെയ്യുന്നത്. പിറ്റേ ദിവസം 20-ാം തീയതി, മീനം 20-ാം തീയതി ഗുരുതിയാണ്, വലിയ ഗുരുതി നടക്കുന്നത്. അത് ഗുരുതിക്കളത്തിൽ നമ്മളിവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗുരുതിക്കളത്തിൽ 3 പാത്രം ഗുരുതിയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ദേവിയുടെ ഭൂതഗണങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ വിശ്വാസം. ആ ഗുരുതി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ നടയടച്ച് പിറ്റേ ദിവസം രാവിലെ ശുദ്ധികലശം ഉണ്ടാവും. രാവിലെ 4-5 ദിവസങ്ങളിൽ ആ ശുദ്ധികലശത്തോടെ ഉത്സവത്തിൻ്റെ പരിസമാപ്തിയാവും. കുംഭസംക്രമത്തിലാണ് ഇവിടെ കളമെഴുത്തും പാട്ടും ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം കൊടിയേറ്റൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ സംക്രമത്തിന് കൂറയിടുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളിച്ച് പ്രദക്ഷിണം വെച്ച് കളം വരയ്ക്കുന്ന കുറിപ്പ്, കളം വരയ്ക്കുന്നതിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രം അധികാരികളോട് ചോദിക്കും, കൂറയിട്ടോട്ടെ എന്ന്, കൂറ വലിക്കട്ടെ എന്ന് ചോദിച്ച് സമ്മതം വാങ്ങി കൂറയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കളമെഴുത്ത് പാട്ട് നടത്താൻ ബാധ്യസ്ഥരാണ്. അതാണ് ആ സങ്കല്പം. അതാണ് ഇവിടെ ശരിക്കും കൊടിയേറ്റെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള ഇത് കാവ് സങ്കല്പത്തിലുള്ള ക്ഷേത്രമായ കാരണം കൊടിയേറ്റ് പതിവില്ല. കൊടിമരമോ കൊടിപ്രതിഷ്ഠയോ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ താലപ്പൊലി മഹോത്സവമായിട്ടാണ് ദേവിയുടെ ചടങ്ങ് അവസാനിക്കുന്നത്. ശ്രീ പള്ളിപ്പാട്ടുകാവിൽ മാതൃഭാവത്തിൽ കുടിയിരിക്കുന്ന സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയുടെ തിരുനടയിലെത്തി ദേവിയെ ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു. സ്നേഹസ്വരൂപിണിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഈ അമ്മയുടെയും മറ്റു ഉപദേവതകളുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി